ഹലോ മക്കളെ, നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് ക്വസ്റ്റ്യൻ പാർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനുമാണ്. അതിൽ ആദ്യമേ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അതിന്റെ എങ്ങനെയാണ് അസർഷൻ റീസൺ ഒക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ കുറേ ക്ലാസ്സുകളിലായിട്ട് കഴിഞ്ഞ കുറേ ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പറയുന്നതാണ്. എന്നിരുന്നാലും ഒന്നും കൂടെ പറയാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ അസർഷൻ എന്നും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റീസണുമാണ്. നമ്മൾ ആൻസർ എഴുതേണ്ടത്, അതായത് ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസേ കാണത്തുള്ളൂ. അതില് നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക, അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക, അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനുള്ള എക്സ്പ്ലനേഷൻ ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കുക. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കി, രണ്ടും കറക്റ്റ് ആയി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ A ആയിരിക്കും. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, രണ്ടാമത്തത് എക്സ്പ്ലനേഷൻ അല്ല എങ്കിൽ ഓപ്ഷൻ B ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ്ങും ആണെങ്കിൽ ഓപ്ഷൻ C ആണ്, മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഇങ്ങനെയാണ്. ഇത് തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് കുറേ ചാപ്റ്ററുകളിൽ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസർഷൻ ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. There is no effect on equilibrium constant if inert gas is added to the reaction. A plus B reversibly gives C. അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നിരിക്കുകയാണ്. എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്ത് എന്തുണ്ടാകുകയാണ്? C ഉണ്ടാകുകയാണ്. ഇതിനകത്തേക്ക് ഈ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലേക്ക് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് കുറച്ച് ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഒന്നുമേ സംഭവിക്കത്തില്ല എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നമ്മൾ എന്താ നോക്കേണ്ടത്? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂവിനെ പ്രഷറിനോ കോൺസെൻട്രേഷനോ നമ്പർ ഓഫ് മോൾസിനോ കാറ്റലിസ്റ്റിനോ ഇനർട്ട് ഗ്യാസിനോ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്താലോ, പ്രഷർ കൂട്ടിക്കൊടുത്താലോ, വോളിയം കൂട്ടിക്കൊടുത്താലോ, കോൺസെൻട്രേഷൻ മാറ്റിയാലോ ഒന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് യാതൊരു ചേഞ്ചും ഉണ്ടാകില്ല. നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇനർട്ട് ഗ്യാസിനെ ആഡ് ചെയ്താൽ യാതൊരു രീതിയിലും അഫക്ട് ചെയ്യത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഫസ്റ്റ് അല്ലേ? അടുത്ത നോക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചേഞ്ചസ് ഓൺലി വിത്ത് ടെമ്പറേച്ചർ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ ചേഞ്ച് ചെയ്യൂ. അത് ഞാനിപ്പോ പറഞ്ഞതാണ്. സോ റീസണും കറക്റ്റ് ആണ്, അസർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. ഇനി നമ്മൾ എന്താ നോക്കേണ്ടേ? ആദ്യത്തേതിനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്? അതെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്താല് ഒരു മാറ്റവും സംഭവിക്കാത്തത്. അപ്പൊ അസർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. റീസൺ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാ ഓപ്ഷൻ എന്നാ പറഞ്ഞേ? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ദ റിയാക്ഷൻ H2 plus I2 gives 2HI, Kp is equal to Kc. നോക്കാം, ഒരു റിയാക്ഷൻ തന്നിരിക്കുന്നു. ഹൈഡ്രജൻ അയഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ അയഡൈഡ് ആയിട്ട് മാറി. ഇതിന്റെ Kpയും Kcയും തുല്യമാണ്. ശരിയോ തെറ്റോ? നമുക്കറിയാം Kp is equal to Kc into RT raised to delta n എന്നാണെന്ന് നമുക്കറിയാം. ഈ Kpയും Kcയും തുല്യമാകണമെങ്കിൽ ഡെൽറ്റ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. എനി ക്വാണ്ടിറ്റി റേസ് ടു 0 1 ആണ്. 1 into Kc ആയിരിക്കും. അപ്പൊ Kpയുടെ വാല്യൂ എന്തായിട്ട് വരണം? Kc ആയിട്ട് വരണം. ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആയാൽ
അപ്പൊ ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആയിട്ടുള്ള റിയാക്ഷൻ ആണോ ഇതൊന്ന് നോക്കിയാൽ പോരെ. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് ആണ്. ഇവിടെ പ്രോഡക്റ്റ് 2 മോൾ ഉണ്ട്, ഇവിടെ 1 + 1 2 മോൾ ഉണ്ട്. 2 - 2 എത്ര? 0 ആണ്. സോ ഡെൽറ്റ എന്നിന്റെ വാല്യൂ എത്ര എന്ന് വന്നു? 0 എന്ന് വന്നു. ഡെൽറ്റ എൻ എത്രയാ? 0 ആണ്. അപ്പൊ ഈ പറയുന്നു ഈ തന്നിരിക്കുന്ന റിയാക്ഷനില് കെ പിയും കെ സിയും തുല്യമാണ്. ശരിയാണ്. ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് കെ പിയും കെ സി എങ്ങനെയാ? തുല്യമാണ്. അപ്പൊ 0 ആണ്. കെ പിയും കെ സിയും തുല്യമാണ്. സോ അസേർഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എന്താ ചോദിച്ചേക്കുന്നേ? റീസൺ കറക്റ്റ് ആണോ എന്ന് നോക്കണ്ടേ? കെ പി ഓഫ് ഓൾ ഗേഷ്യസ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു കെ സി. എല്ലാ ഗേഷ്യസ് റിയാക്ഷനിലും കെ പിയും കെ സിയും തുല്യമാണ്. അങ്ങനെയാണോ? അല്ലല്ലോ. ഡെൽറ്റ എന്നിന്റെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് കെ പിയും കെ സിയും വേരി ചെയ്യുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നമ്മൾ എന്താ പറഞ്ഞേ? രണ്ടും കറക്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ എ, രണ്ടും കറക്റ്റ് ആണ് രണ്ടാമത്തെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ അല്ല എങ്കിൽ ബി, ഫസ്റ്റ് കറക്റ്റ് ആണ് സെക്കൻഡ് റോങ് ആണെങ്കിൽ സി. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഫോർ ഓൾ റിയാക്ഷൻ. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ റിയാക്ഷന്റെയും കെ പിയും കെ സിയും തുല്യമാണോ? ഒരിക്കലും അല്ല. പല റിയാക്ഷനും കെ പിയും കെ സിയും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എല്ലാ റിയാക്ഷനും കെ പിയും കെ സി സെയിം അല്ല. അസേർഷൻ തന്നെ തെറ്റാണ്. അസേർഷൻ തെറ്റാണെങ്കിൽ ഒന്നുമേ നോക്കണ്ട, നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. അസേർഷൻ റോങ് ആണെങ്കിൽ പിന്നെ റീസണിലോട്ട് പോണ്ട. അസേർഷൻ റോങ് ആയിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതേതാ? ഓപ്ഷൻ ഡി ആയിരിക്കും. നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of K increases when concentration of reactants are increased. കെയുടെ വാല്യൂ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് കൂടുമോ? ഒരിക്കലും ഇല്ല. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെയോ വോളിയത്തെയോ പ്രഷറിനെയോ കാറ്റലിസ്റ്റിനെയോ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂട്ടത്തില്ല. അസേർഷൻ റോങ് ആണ്. അസേർഷൻ റോങ് ആണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഗിവൺ ബൈ വാൻ ഹോഫ് ഇക്വേഷൻ. അതായത് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ടെമ്പറേച്ചർ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഇക്വേഷൻ ആണ് വാൻ ഹോഫ് ഇക്വേഷൻ. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ 2.303 R 1/T1 മൈനസ് 1/T2 എന്നും പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോ ഈ ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിനുള്ള ഇക്വേഷൻ വാൻ ഹോഫ് ഇക്വേഷൻ ആണ്. അസേർഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി റീസൺ നോക്കാം. വാൻ ഹോഫിന്റെ ഇക്വേഷൻ ലോഗ് K1/K2 ഇസ് ഈക്വൽ ടു എന്നാ ഞാൻ ഇവിടെ എഴുതി. വാൻ ഹോഫ് ഇക്വേഷൻ എങ്ങനെയാ തുടങ്ങുന്നത്? ലോഗ് K2/K1. അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ കറക്റ്റ് ആണോ? അല്ല. അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ റോങ് ആണെങ്കിൽ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത നോക്കിയേ. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ Kc or Kp ഡിപ്പെൻഡ്സ് ഓൺ എൻതാൽപി ചേഞ്ച്. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ Kc or Kp ഡിപ്പെൻഡ്സ് ഓൺ എൻതാൽപി ചേഞ്ച്. എൻതാൽപി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനർജി ചേഞ്ച് ചെയ്യുക. അപ്പൊ എനർജി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില റിയാക്ഷന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ഹീറ്റ് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ്. ചില റിയാക്ഷനിൽ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപി ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടണോ കുറയണോ എന്നുള്ളത് അല്ലെ. അതായത് എൻതാൽപി ചേഞ്ച് എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റിയാക്ഷന്റെ സ്പീഡ് കൂടണോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടണോ കുറയണോ എന്നുള്ളത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എൻതാൽപി ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അസേർഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ റീസൺ നോക്കിയേ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഷിഫ്റ്റ്സ് ദ ഇക്വിലിബ്രിയം ഇൻ എക്സോതെർമിക് ഡയറക്ഷൻ. അതെന്താ പറയുന്നത്? എക്സോതെർമിക് ഡയറക്ഷൻ എന്നൊക്കെ അങ്ങനെയാണോ പറയുന്നത്? ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ബാക്ക്വേർഡ് ഡയറക്ഷനിലും, എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ പോകുന്നു. അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ എക്സോതെർമിക് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണോ? അപ്പൊ അസേർഷൻ കറക്റ്റ് ആണ്. പക്ഷെ റീസൺ
റോങ് ആണ്. ആസ് എ റിസൾട്ട് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ ഓപ്പണിംഗ് എ സീൽഡ് സോഡ ബോട്ടിൽ ഡിസോൾഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എസ്കേപ്പ്. അതായത് നല്ല മുറുക്കി വെച്ചിരിക്കുന്ന സോഡ കുപ്പി, നമുക്കറിയാവുന്ന കാര്യം, സോഡ കുപ്പിയെ കൊണ്ട് തുറക്കുമ്പോഴത്തേനും പതഞ്ഞങ്ങ് പുറത്തേക്ക് വരും. ഈ പതിഞ്ഞ് പുറത്തേക്ക് വരുന്ന സാധനം എന്താ, പെട്ടെന്ന് ചാടി പുറത്ത് ചാടുവാണ്. ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ ഓപ്പണിംഗ് എ സീൽഡ് സോഡ ബോട്ടിൽ ഡിസോൾഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എസ്കേപ്പ്. ഡിസോൾവ് ചെയ്തിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം കൂടെ എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും, പോവും, പുറത്തേക്ക് പോവും. ദാറ്റ് മീൻസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതല്ലേ. അപ്പൊ റീസൺ എങ്ങനെയാ? ഗ്യാസ് എസ്കേപ്പ് ടു റീച്ച് ദ ന്യൂ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് ലോവർ പ്രഷർ. നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് ഹൈ പ്രഷർ കൊടുത്തിട്ടാ. ഇതങ്ങോട്ട് തുറക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യാൻ കാരണം പ്രഷർ കൂടിയ സ്ഥലത്തേക്ക് പോയി അതിന് വേറൊരു സ്റ്റേറ്റിൽ, അതിന് ഇക്വിലിബ്രിയം ആയിട്ടുള്ള വേറൊരു സ്റ്റേറ്റിൽ അത് ഇരിക്കുകയാണ്. അപ്പൊ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ആസ് എ റിസൾട്ട് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, അടുത്ത solubility of a gas in liquid increases with the increase in pressure of the gas in equilibrium with the solution. ഒരു ഗ്യാസിന്റെ സോലുബിലിറ്റി, ലിക്വിഡിലുള്ള ഗ്യാസിന്റെ സോലുബിലിറ്റി പ്രഷർ കൂട്ടുന്നതിന് അതനുസരിച്ച് കൂടും. നമ്മൾ ഹെൻറി കൂട്ടുന്നതിന് അതനുസരിച്ച് കൂടും. നമ്മൾ ഹെൻറീസ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ ചില സോഡാ കുപ്പി തുറക്കുമ്പോൾ വലിയൊരു ശബ്ദമൊന്നും കേൾക്കാറില്ല. പക്ഷെ ചില സോഡാ കുപ്പി തുറക്കുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ചാടുന്നത്. ദാറ്റ് മീൻസ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത് ഹൈ പ്രഷർ കൊടുത്തിട്ടാണ്. അത് കറക്റ്റ് ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റീസൺ എന്ന് പറയുന്നത് ദ ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. ഒരു ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. നോർമലി അവിടെ നടക്കുന്ന പ്രോസസ്സ് എക്സോതെർമിക് ആണ്, കാരണം ലിബറേഷൻ ഓഫ് ഹീറ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ എക്സോതെർമിക് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ. പക്ഷേ മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസിന്റെ സോലിബിലിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. അത് ശരിക്കും ഹെൻറീസ് ലോയെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് എക്സോതെർമിക് ആയതുകൊണ്ടല്ല നമ്മുടെ എന്ത് ചെയ്യുന്നത്? സോലിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? ഒരിക്കലും അല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ വാട്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമുക്കറിയാം നമ്മുടെ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുക. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യുവാണ് അല്ലെ. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ വാട്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ചൂട് കൊടുക്കുന്നതിനനുസരിച്ച് ഗ്യാസ് എല്ലാം മുകളിലേക്ക് പോവാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റീസൺ എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇൻ വാട്ടർ ഇസ് ആൻ എക്സോതെർമിക് പ്രോസസ്. ശരിയാ, നമ്മുടെ ഗ്യാസ് വെള്ളത്തിൽ വന്ന് ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുക, എക്സോതെർമിക് പ്രോസസ്സാണ്. ഈ സമയം നമ്മൾ ടെമ്പറേച്ചർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡിസൊല്യൂഷൻ നടക്കുമോ? ഇല്ല. അപ്പം ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുക എന്ന് പറയുന്നത് എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസൊല്യൂഷൻ നടക്കില്ല. ആസ് എ റിസൾട്ട് അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ. കാറ്റലിസ്റ്റ് അഫക്ട് ദ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന്റെ ഫൈനൽ സ്റ്റേറ്റിനെ അഫക്ട് ചെയ്യുന്നു കാറ്റലിസ്റ്റ്. ശരിയാണോ? ഒരിക്കലും ഇല്ല. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി മാത്രമേ സഹായിക്കുന്നുള്ളൂ. ഇക്വിലിബ്രിയത്തിന്റെ ഫൈനൽ സ്റ്റേറ്റിനെ അത് അഫക്ട് ചെയ്യുന്നതേ ഇല്ല. അസേർഷൻ തന്നെ റോങ് ആണ്. അപ്പൊ അസേർഷൻ റോങ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. അസേർഷൻ കറക്റ്റ് റോങ് ആണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് നോക്കിയേ. ഫോർ ദ റിയാക്ഷൻ എ റിവേഴ്സിബിളി ഗീവ്സ് ബി പ്ലസ് സി പ്ലസ് എക്സ് കിലോ കാലറി. At equilibrium state, concentration of A is equal to concentration of B is equal to concentration of C. ഇക്വിലിബ്രിയത്തിൽ എയുടെ കോൺസെൻട്രേഷനും ബിയുടെ കോൺസെൻട്രേഷനും സിയുടെ കോൺസെൻട്രേഷനും തുല്യമാണ്. അത് എത്രയാ? 3 × 10⁻⁴ ആണ്. ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് 3 × 10⁻⁴. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc is equal to concentration of B into concentration of C divided by concentration of A ആണ്.
അപ്പോൾ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇവിടെ 3 × 10⁻⁴ ആണ്, ഇവിടെ 3 × 10⁻⁴ ആണ്, താഴെ 3 × 10⁻⁴. അങ്ങനെയാണെങ്കിൽ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ത് തന്നെ വരും? 3 × 10⁻⁴ എന്ന് വരും. അത് അസർഷൻ ആണ്. അസർഷൻ എങ്ങനെയാണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗിവൺ റിയാക്ഷൻ ഈസ് എക്സോതെർമിക്. ഇത് എക്സോതെർമിക് ആയിക്കോട്ടെ എൻഡോതെർമിക് ആയിക്കോട്ടെ, കോൺസെൻട്രേഷൻ സെയിം ആയതുകൊണ്ടാണ് എന്ത് KC അതേ വാല്യൂ തന്നെ വന്നത്. അതല്ലാതെ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്നുള്ളത് കൊണ്ടല്ല. അപ്പൊ അസർഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ്, ഓപ്ഷൻ C ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ റിയാക്ഷൻ A plus B reversibly gives AB. If inert gas is added in a container at a constant volume, the equilibrium will shift to left side. അതായത് ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്, എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്ത് AB ആണ്. ആ ഇനേർട്ട് ഗ്യാസ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ഒരിക്കലും അല്ല. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. കാരണം നമ്പർ ഓഫ് മോൾസ് കൂടുതൽ ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിൽ ഒരു മോളേ ഉള്ളൂ. ഒരിക്കലും നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്തേക്ക് ഇക്വിലിബ്രിയം പോകത്തില്ല. നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്തേക്കാണ് ഇക്വിലിബ്രിയം പോകുന്നത്, അല്ലാതെ നമ്പർ ഓഫ് മോൾസ് കൂടിയിടത്തേക്കല്ല. ബാക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലാണ് അവിടെ. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അസർഷൻ റോങ് ആണ്. പിന്നെ നോക്കേണ്ട ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, മുൻകാലങ്ങളിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ദാ ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫോർ ദ റിയാക്ഷൻ CH4 plus 2O2 reversibly gives CO2 plus 2H2O. Delta H is equal to -170.8 kilojoule per mole. Which of the following statement is not true? ഒരു റിയാക്ഷൻ തന്നിരിക്കുന്നു, താഴെ കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. ഇതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ. At equilibrium, the concentration of CO2 and H2O are not equal. ഇക്വിലിബ്രിയത്തില് CO2-ന്റെയും H2O-ന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ അല്ല. ശരിയാണോ നമുക്ക് നോക്കാം. ഇതാ നോക്കിയേ, CH4 plus 2O2 reversibly gives CO2 plus 2H2O. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് ചിന്തിക്കുക. ഇതാ നോക്കിയേ, നമ്മുടെ പറഞ്ഞേക്കുന്നത് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് CO2 കോൺസെൻട്രേഷൻ ഓഫ് H2O ഒരേപോലെ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. 1 മോൾ CH4 ഉം 2 മോൾ O2 ആണെന്ന് വിചാരിക്കുക റിയാക്ട് ചെയ്യുന്നേ. നമ്മൾ പറയുന്നു 1 മോൾ CH4 നമ്മുടെ കയ്യിലുണ്ട്, അതിൽ നിന്നും എത്രയോ പോയി എന്ന് പറഞ്ഞാൽ X പോയതാണ് ഇക്വിലിബ്രിയത്തിലുള്ളത്. എന്താ നോക്കിയേ, 1 മോൾ CH4 റിയാക്ട് ചെയ്താൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും 1 മോൾ H2O അല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ 1 മോൾ CH4 റിയാക്ട് ചെയ്തില്ല, റിയാക്ട് ചെയ്ത് X മോളേ ഉള്ളൂ. ഇക്വിലിബ്രിയത്തിൽ എത്തിയപ്പോൾ CH4 എത്രയുണ്ട്? 1 - X ഉണ്ട്. ദാറ്റ് മീൻസ് X റിയാക്ട് ചെയ്തു. 1 റിയാക്ട് ചെയ്താൽ 1 കാർബൺ ഡൈ ഓക്സൈഡ്, 1 റിയാക്ട് ചെയ്താൽ 2 വാട്ടർ. ഇവിടെ റിയാക്ട് ചെയ്തത് എത്രയാ? X ആണ്. X റിയാക്ട് ചെയ്താൽ X കാർബൺ ഡൈ ഓക്സൈഡും 2X വാട്ടറും അല്ലേ കിട്ടുന്നത്. ഇതല്ലേ ഇക്വിലിബ്രിയത്തിൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇക്വിലിബ്രിയത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് X ആണ്, വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് 2X ആണ്. രണ്ടും സെയിം ആണോ? സെയിം അല്ല. അപ്പൊ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അറ്റ് ഇക്വിലിബ്രിയം the concentration of carbon dioxide and water are not equal. വാട്ടറിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കോൺസെൻട്രേഷൻ സെയിം അല്ല. ശരിയാണ്. അടുത്ത നോക്കുക. Equilibrium constant of the reaction is given by equilibrium constant Kp is equal to concentration of CO2 divided by concentration of CH4 into concentration of O2. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസിൽ എഴുതാം, കോൺസെൻട്രേഷന്റെ കേസിൽ എഴുതാം. ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കോൺസെൻട്രേഷൻ കേസിൽ എഴുതിയാൽ Kc is equal to concentration of CO2 into concentration of H2O. 2 മോൾസ് ഉണ്ടായതുകൊണ്ട് അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ concentration of CH4 into concentration of O2 ന്റെ
സ്ക്വയർ. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്ന് പറയുന്നത്. ഇനി ഇതൊരു ഗേഷ്യസ് റിയാക്ഷൻ ആയതുകൊണ്ട് കോൺസെൻട്രേഷന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് P പ്രഷറാണ്. സോ ഇറ്റ് ബിക്കം Kp എന്ന് വരും. Kp ആണെങ്കിൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് PCO2 ഇൻറ്റു PH2O റേസ് ടു 2 ഡിവൈഡഡ് ബൈ P ഓഫ് CH4 ഇൻറ്റു P ഓഫ് O2 എന്നല്ലേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp. K ഇൻ ദ കേസ് ഓഫ് പ്രഷർ ആണെങ്കിൽ ഇങ്ങനെയല്ലേ വരുന്നേ. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി നമ്മുടെ ഓപ്ഷൻ നോക്കിയേ, Kp ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ആണ്. Kp പ്രഷർ ഒരിക്കലും കോൺസെൻട്രേഷൻ ടൈമിൽ പറയാൻ പറ്റത്തില്ല, പ്രഷറിന്റെ കേസിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇനി നോക്കാം 3ഉം 4ഉം ശരിയാണോന്ന്. Addition of CH4 or O2 at equilibrium will cause a shift to the right. CH4 O2 നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ ഒരു ഇക്വിലിബ്രിയം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലെ കോൺസെൻട്രേഷനോ പ്രഷറോ വോളിയമോ ഇനേർട്ട് ഗ്യാസോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ CH4ഉം O2 ഞാൻ കുറെ ഇട്ട് കൊടുക്കുകയാണ്, അപ്പൊ അതിനെ ഇല്ലാതാക്കണം. അതായത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇവരുടെ എമൗണ്ട് കൂടും. എമൗണ്ട് കൂടുന്നതിനെ ഇല്ലാതാക്കണം. ഉടനെ തന്നെ ഈ ഇട്ട് കൊടുത്ത ആൾക്കാരെല്ലാം പെട്ടെന്ന് എന്തായിട്ട് മാറും, പ്രോഡക്റ്റ് ആയിട്ട് മാറും. ആസ് എ റിസൾട്ട് റിയാക്ഷൻ എവിടേക്ക് പോകും, ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. അടുത്ത പറയുന്നു ദ റിയാക്ഷൻ ഈസ് എക്സോതെർമിക്. തന്നിരിക്കുന്ന റിയാക്ഷൻ എക്സോതെർമിക് ആണ് കാരണം ഡെൽറ്റ എച്ചിന്റെ വാല്യൂ -170 ആണ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ് എക്സോതെർമിക്കും, ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എൻഡോതെർമിക്കുമാണ്. അപ്പം ബാക്കി 3 ഓപ്ഷനും 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ തെറ്റായിട്ടുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രമല്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ഇക്വിലിബ്രിയം ആർ ഗിവൺ. N2 plus 3H2 gives 2NH3K1. N2 plus O2 gives 2NOK2. H2 plus half O2 reversibly gives H2OK3. Equilibrium constant of the reaction 2NH3 plus 5/2 O2 gives 2NO plus 3H2O in terms of K1, K2 and K3. അതായത് നമുക്ക് 3 ഡേറ്റ തന്നിട്ടുണ്ട്, 3 ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ മറ്റുള്ളവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് വേണ്ടുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾക്ക് ആരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനകത്തുള്ള റിയാക്ടന്റിനെയും പ്രോഡക്റ്റിനെയും ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ റിയാക്ടന്റ് ആരൊക്കെയാ? NH3യും O2വുമാണ്. ഇനി ഇത് നമുക്ക് തന്നിരിക്കുന്ന 3 ഡേറ്റയിൽ ഉണ്ടോ എന്ന് നോക്കാം. NH3 ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ N2ഉം ഹൈഡ്രജനും ആണ്, റൈറ്റ് സൈഡിലാണ് NH3. NH3 ഉണ്ട്, പക്ഷെ അത് ഏത് സൈഡിൽ കിടക്കുക? പ്രോഡക്റ്റിന്റെ സൈഡിൽ കിടക്കുക. അടുത്ത O2 ലെഫ്റ്റില്, 2 ഇക്വേഷനിലും O2 ലെഫ്റ്റിലാണ്, ഓക്കെയാണ്, മാറ്റമൊന്നുമില്ല. NO റൈറ്റിലാണ്, ഇവിടെയും NO റൈറ്റിലാണ്. വാട്ടർ റൈറ്റിലാണ്, ഇവിടെയും വാട്ടർ റൈറ്റിലാണ്. നമുക്ക് ഒറ്റ വ്യത്യാസമേ വന്നുള്ളൂ. ഫസ്റ്റ് ഇക്വേഷനില് അമോണിയ ലെഫ്റ്റിൽ വരേണ്ട അമോണിയ റൈറ്റിൽ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ ഇക്വേഷനെ അങ്ങ് തിരിക്കണം, നേരെ തിരിച്ചെഴുതുക. ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടും 2NH3 റിവേഴ്സിബിളി ഗീവ്സ് N2 plus 3H2. പക്ഷെ ഇക്വേഷൻ മാത്രം റിവേഴ്സ് ചെയ്താൽ പറ്റത്തില്ല. ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂം കൂടെ റിവേഴ്സ് ചെയ്യണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 അല്ലേ, റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? 1/K1 ആയിട്ട് മാറി. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ 5/2 O2 വന്നു, ഇവിടെ ഒരു O2, ഇവിടെ 1/2 O2. ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ 3/2 O2 വരത്തുള്ളൂ. പക്ഷെ നമുക്ക് വന്നിരിക്കുന്നത് എന്താ? 5/2 O2 ആണ്. ഇവിടെ 2NO ഉണ്ട്, ഇവിടെ 2NO ഉണ്ട്. ദാറ്റ് മീൻസ് രണ്ടാമത്തെ ഇക്വേഷൻ ഒരു മാറ്റവും ഇല്ല. ഇവിടെ വാട്ടർ 3 വാട്ടർ ഉണ്ട്, ഇവിടെ പക്ഷെ ഒരു വാട്ടറേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഇക്വേഷനെയും കൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ വാട്ടറിനെയും കൂടെ എന്താക്കണം? 3 moles ഓഫ് വാട്ടർ ആക്കി മാറ്റണം. അതിനുവേണ്ടി സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ ഒന്നുമേ ചെയ്യണ്ട, തേർഡ് ഇക്വേഷനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് ഇക്വേഷൻ അതുപോലെ എഴുതുവാണേ, N2 plus O2 gives 2NO. Kക്കും വ്യത്യാസമൊന്നുമില്ല, അത് K2 തന്നെയാണ്. ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3H2 plus 3/2 O2
റിവേഴ്സിബിളി ഗീവ്സ് 3H2O. ഇക്വേഷൻ നമ്പർ K3 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 3 ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് കിട്ടേണ്ട ഇക്വേഷനിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ ആരാ? 2NH3 ആണ്. റിയാക്ടന്റ് തീർന്നു. പ്ലസ് അടുത്ത ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് N2 ആണ്. N2 പ്ലസ് O2 ആണ്. അടുത്ത ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 3H2 പ്ലസ് 3/2 O2 ആണ്. അപ്പൊ എല്ലാവരുടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തീർന്നു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിനെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ N2 ഉണ്ട്, 3H2 ഉണ്ട്, 2NO ഉണ്ട്, 3H2O ഉണ്ട്. ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളുടെ പ്രോഡക്റ്റ് എടുക്കണം. ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുക, മൈനസ് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇക്വേഷൻ ആഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/K1 ആണ്. രണ്ടാമത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 ആണ്. പറയാൻ വിട്ടുപോയി, ഇവിടെ ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ആ നമ്പർ പവർ ആക്കി എഴുതുക. നമ്മളിപ്പോൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ K2⁻². 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ K3⁻3. 4 കൊണ്ടാണെങ്കിൽ K3⁻4. ഏത് നമ്പർ കൊണ്ടാണോ നമ്മുടെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പവർ ആയിട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ K3⁻3 എന്നുണ്ടേ. അപ്പൊ K2 × K3⁻3 എന്ന് എഴുതുകയാണ്. ദാ ഇവിടെ N2 ഉണ്ട്, ഇവിടെ N2 ഉണ്ട്, ഇവിടെ 3H2 ഉണ്ട്, ഇവിടെയും 3H2 ഉണ്ട്. 3/2 പ്ലസ് O2 എത്രയാ? 5/2 ആണ്. ആസ് എ റിസൾട്ട് 2NH3 പ്ലസ് 5/2 O2 ഗീവ്സ് ഇവിടെ 2NO പ്ലസ് 3H2O. നമ്മുടെ ഇക്വേഷൻ, നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻ തന്നെയല്ലേ ഇവിടെ കിട്ടിയേ. ആ സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാ വന്നേക്കുന്നത്? K2 ഉണ്ട്, K3⁻3 ഉണ്ട്, ഡിവൈഡഡ് ബൈ K1 ഉണ്ട്. K2 K3⁻3 ഡിവൈഡഡ് ബൈ K1. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 K2/K3 അങ്ങനെയാണോ? അല്ല. K1 K3² ഡിവൈഡഡ് ബൈ K2 അതാണോ? അതും അല്ല. K2 K3⁻3 ഡിവൈഡഡ് ബൈ K1. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. K2 K3⁻3 ഡിവൈഡഡ് ബൈ K1 ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ. The value of equilibrium constant of the reaction HI reversibly gives half H2 plus half I2 is 8. The equilibrium constant of the reaction H2 plus I2 reversibly gives 2HI will be. ഒന്നുമില്ല, ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനുള്ള ഇക്വേഷൻ എഴുതുക. HI reversibly gives half H2 plus half I2. നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുവാണേ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc is equal to കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആരാ? H2⁻1/2 I2⁻1/2. പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് ആരാണ്? HI ആണ്. ഇത് എത്രയാന്നാ പറഞ്ഞേക്കുന്നത്? 8 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയുടെ വാല്യൂ എത്രയാണ്? 8 ആണ്. എന്നാൽ അടുത്തൊരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. H2 പ്ലസ് I2 റിവേഴ്സിബിളി ഗീവ്സ് 2HI. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് HI² ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2 ആണ്. ഇതാ നോക്കിയേ, ആദ്യത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഇതും തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കിയേ. ഇവിടെ പവർ ഇല്ല എന്ന് ചിന്തിക്കുക. ഇവിടെ പവർ ഇല്ല, ഇവിടെ പവർ ഇല്ല, ഇവിടെ പവർ ഇല്ല. വെറുതെ നമ്മൾ HI ഡിവൈഡഡ് ബൈ H2 ഇൻറ്റു I2, H2 I2 ഡിവൈഡഡ് ബൈ HI. എന്തോ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ? ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തതെന്ന് പറയുന്നത് ആദ്യത്തതിന്റെ റെസിപ്രോക്കൽ അല്ലേ. ഇപ്പൊ ഞാൻ ഇതിനെ K' C എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ K' C എന്ന് പറയുന്നത് 1/Kc അല്ലേ. ഒന്ന് നോക്കിയേ, K' C എന്ന് പറയുന്നത് HI ഡിവൈഡഡ് ബൈ H2 ഇൻറ്റു I2 ആണ്. ഇവിടെ Kc എന്ന് പറയുന്നത് H2 ഇൻറ്റു I2 ഡിവൈഡഡ് ബൈ HI ആണ്. അപ്പം ആദ്യത്തതിന്റെ റെസിപ്രോക്കൽ അല്ലേ ഇത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ 1/2, ഇവിടെ 1/2, ഇവിടെ 1. ഇതിന്റെ 1 എന്തായിട്ട് മാറി? ഇവിടെ 2 ആയിട്ട് മാറി. ഇവിടെ 1/2 എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. ഇവിടുത്തെ 1/2 എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. നോക്കിയേ, HIയുടെ പവർ 1 ഇവിടെ വന്നപ്പോൾ അത് 2 ആയി. H2ന്റെ പവർ 1/2 ഇവിടെ വന്നപ്പോൾ 1 ആയി. I2ന്റെ പവർ 1/2 ഇവിടെ വന്നപ്പോൾ 1 ആയി. ഈ 1/2 1 ആകാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാണും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാണും. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുമല്ലേ അല്ലേ? അല്ലെങ്കിൽ ആദ്യത്തെ
ആദ്യത്തെ ഇക്വേഷന്റെ ഇരട്ടിയല്ലേ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അല്ലെ? രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ഈ സാധനം കിട്ടുന്നത്. ഏതാ നോക്കിയേ, 2hi 2 × 2 വെറുതെ h2 പ്ലസ് 2 × 2 i2 എന്ന് വരത്തില്ലേ അല്ലേ? അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പവർ ആക്കി എടുക്കണമെന്നാ പറഞ്ഞേ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേനും എന്ത് ചെയ്തു? അതുപോലെ തന്നെ ആദ്യത്തെ റെസിപ്രോക്കൽ ആണെന്നും പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ k' c എന്ന് പറയുന്നത് 1/kc ആണ്. അങ്ങനെയാണെങ്കിൽ 1/8 ആണ്. നമ്മൾ പറഞ്ഞു എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് അത് പവർ ആയിട്ട് എഴുതണം. ദാറ്റ് ഈസ് 1/8ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/64. 8×64 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1/64 ആണ്. അപ്പൊ സോ ഫസ്റ്റ് ആൻസർ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയാലും ഏത് ഇക്വേഷൻ തന്നാലും കുറെ ഇക്വേഷൻസ് തരിക, നമുക്ക് ഒരു വേറൊരു ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കി അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ തമ്മിലുള്ള റിലേഷൻ എടുത്താൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റിയാക്ഷൻ 2a plus b reversibly gives 3c plus d is start with the concentration of a and b both at initial value of 1 molar. When equilibrium is reached, the concentration of D is measured and found to be 0.25 molar. The value for the equilibrium constant for this reaction is given by equilibrium constant in the value കണ്ടുപിടിക്കണം. ദാ നോക്കിയേ റിയാക്ഷൻ നോക്കിയേ. 2a plus b irreversibly gives 3c plus d. ദാ നോക്കിയേ 2 മോൾ a എടുത്താൽ എത്ര മോൾ c കിട്ടും? 2 മോൾ എ നമ്മൾ എടുക്കുന്നെങ്കിൽ ഇവിടെ എത്ര മോൾ സി കിട്ടും? 3 മോൾസ് ഓഫ് സി കിട്ടും. 2 മോൾ എ എടുത്താൽ എത്ര മോൾ ഡി ആ കിട്ടുന്നത്? ഇവിടെ 2 മോൾ എടുത്തു, ഇവിടെ 1 മോളേ ഉള്ളൂ. 1/2 അല്ലേ? 1/2 അല്ലേ കിട്ടുന്നത്? അപ്പൊ ഡി എന്ന് പറയുന്നത് 1/2 ആണ് അല്ലേ? എ 2 എടുത്താൽ സി 3 കിട്ടും. എ 2 എടുത്തു കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്നത് അതിന്റെ നേരെ പകുതിയെ കിട്ടത്തുള്ളൂ. ഇതാ നോക്കിയേ. When equilibrium is reached, the concentration of D is measured and found to be 0.25 molar. ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് ഡിയുടെ കോൺസെൻട്രേഷൻ 0.25 മോളാർ ആയിട്ട് മാറി. 0.25 മോളാർ ആയിട്ട് മാറി. ഇതാ നോക്കിയേ, നമുക്ക് ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? എയും ബിയും ബോത്ത് ഇനിഷ്യൽ വാല്യൂ ഈസ് 1 മോൾ ആണ്. ദാ 2a plus b reversibly gives 3c plus d ആണ്. ഇനിഷ്യലി എത്ര മോൾ ഉണ്ടായിരുന്നു? 1 മോൾ ഉണ്ടായിരുന്നു. ബിയും 1 മോൾ ആണ്. സി 0 ആണ്, ഡിയും 0 ആണ്. ഓക്കെ, നമ്മളിത് പറയാണ് ഇക്വിലിബ്രിയത്തിൽ എത്തി നിൽക്കുകയാണ്. ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഈ 1 ഉണ്ടായിരുന്നതിൽ നിന്ന് എത്ര എക്സ് പോയി കാണും? 2x പോയി. അപ്പൊ ബിയിൽ നിന്നും എത്ര പോയി? എക്സ് പോയി. 1 - x പോയി. സി എത്ര ഉണ്ടായി? 3x ഉണ്ടായി. ഡി എത്ര ഉണ്ടായി? എക്സ് ഉണ്ടായി. പറയുകയാണ് ഡിയുടെ കോൺസെൻട്രേഷൻ ഇപ്പൊ 0.25 മോളാർ ആണ്. ദാറ്റ് മീൻസ് എക്സ് അല്ലേ ഡിയുടെ കോൺസെൻട്രേഷൻ? ആ ഡിയുടെ കോൺസെൻട്രേഷൻ എക്സ് എന്ന് പറയുന്നത് 0.25 മോളാർ എന്നല്ലേ മീനിങ്? അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ദാ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc is equal to കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അല്ലേ? അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് സിയുടെ പവർ 3 into concentration of D divided by concentration of A യുടെ സ്ക്വയർ into concentration of B ആണ്. Equilibrium constant Kc is equal to concentration of C എത്രയാ? 3x ആണ്. അപ്പൊ 3x raised to 3. അപ്പൊ ആലോചിക്കണേ, x എത്രയാ? 0.25 അല്ലേ? x 0.25 ആണെങ്കിൽ 1 - 2 into 0.5 അല്ലേ എയുടെ ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ? 1 - 0.5 അല്ലേ ബിയുടെ കോൺസെൻട്രേഷൻ? 3 into 0.5 അല്ലേ സിയുടെ കോൺസെൻട്രേഷൻ? ഇവിടെ ഡിയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.5 തന്നെയാണ് അല്ലേ? 0.25 ആണ്. 0.25 ആണ് മക്കളെ, ഞാൻ എഴുതിയതിന്റെ കുഴപ്പമാണേ. 0.25 ആണ്. അപ്പൊ 2 into 0.25 എന്ന് പറയുമ്പോൾ 25 × 2 50. 0.5 ആണ്. 1 - 0.5 എത്രയാ? 0.5 ആണ്. 1 - 0.25 എന്ന് പറയുന്നത് 0.75 ആണ്.
3 × 0.25 0.75 ആണ്. ഇവിടെ 0.5 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ Kc = കോൺസെൻട്രേഷൻ ഓഫ് സി ക്യൂബ്. കോൺസെൻട്രേഷൻ ഓഫ് സി എത്രയാ? 0.75 ക്യൂബ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് 0.5 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എയുടെ കോൺസെൻട്രേഷൻ എത്രയാ? 0.5 ആണ്. എക്ക് പവർ എന്തുണ്ട്? 2 ഉണ്ട്. അടുത്ത കോൺസെൻട്രേഷൻ ഓഫ് ബി 0.75 തന്നെയല്ലേ? അപ്പൊ ഇതല്ലേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ആദ്യത്തെ നോക്കാം. 0.75 raised to 3 ഇൻറ്റു 0.25. 0.25 ആണേ. എക്സ് എത്രയാണ്? 0.25 ആണ്. നമ്മൾ എഴുതിയതിന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ 0.25. അടുത്ത സി എന്ന് പറയുക ഡിവൈഡഡ് ബൈ 0.5 അല്ലേ? 0.5 സ്ക്വയർ ഇൻറ്റു 0.75 ശരിയല്ലേ? അപ്പം കെ സിയുടെ വാല്യൂ എന്താ വന്നേക്കുന്നത്? 0.75 raised to 3 ഇൻറ്റു 0.25 ഡിവൈഡഡ് ബൈ 0.5 സ്ക്വയർ ഇൻറ്റു 0.75. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അല്ലേ? കറക്റ്റ് അല്ലേ? അത് ഓപ്ഷൻ 1 അല്ലേ? ഇതാ നോക്കിക്കോ, ഒന്നും കൂടെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. നോക്കിക്കോ മക്കളെ, നമ്മുടെ ഇക്വേഷൻ എഴുതുക. 2a + b റിവേഴ്സിബിളി ഗീവ്സ് 3c + d ആണ്. ഇനിഷ്യലി എ തുടങ്ങിയത് 1 നിന്നാണ്. ബിയും 1 ആണ്. സി 0 ആണ്. ഡിയും 0 ആണ്. ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ 1 - 2x പോകുന്നു, 1 - x പോകുന്നു. ഇവിടെ 3x ഉണ്ടാകുന്നു, ഇവിടെ x ഉണ്ടാകുന്നു. ഇക്വിലിബ്രിയത്തിലുള്ള ഡിയുടെ കോൺസെൻട്രേഷൻ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 0.25 ആണ്. ദാറ്റ് മീൻസ് എക്സ് എന്ന് പറയുന്നത് 0.25 അല്ലേ? അപ്പോൾ 1 - 2x 1 - 2 ഇൻറ്റു 0.5 0.25 x 0.25. ദാറ്റ് മീൻസ് 1 - 0.5. therefore 0.5 ആണ് എയുടെ കോൺസെൻട്രേഷൻ. അടുത്ത ബിയുടെ കോൺസെൻട്രേഷൻ 1 - x ആണ്. 1 - 0.25 ആണ്. therefore 0.75 ആണ്. 3x എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 0.25 ആണ്. ദാറ്റ് ഈസ് അതും 0.75 ആണ്. അടുത്ത ഡിയുടെ കോൺസെൻട്രേഷൻ x ആണ്. ദാറ്റ് ഈസ് 0.25 ആണ്. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു 3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഈസ് ഈക്വൽ ടു സിയുടെ കോൺസെൻട്രേഷൻ എത്രയാ? 0.25 ഡിവൈഡഡ് ബൈ എയുടെ കോൺസെൻട്രേഷൻ എത്രയാ? 0.5 ആണ് അല്ലേ? 0.5 എയുടെ പവർ എത്രയാ? 2 ആണ്. ബിയുടെ കോൺസെൻട്രേഷൻ 0.75 തന്നെയാണ്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സിക്ക് വാല്യൂ കിട്ടിയില്ലേ? ആ ഓപ്ഷൻ ഏതാ? 0.75 raised to 3 ഇൻറ്റു 0.25 ഡിവൈഡഡ് ബൈ 0.5 സ്ക്വയർ ഇൻറ്റു 0.75. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വിലിബ്രിയം Kc and Kp are not equal? Kcയും Kp ഈക്വൽ അല്ലാത്തത് എവിടെയാണ്? Kcയും Kp തമ്മിലുള്ള റിലേഷൻ എന്താ? Kp is equal to Kc into RT raised to delta n എന്നല്ലേ? Kpയും Kcയും ഈക്വൽ ആകണമെങ്കിൽ, ഇവർ രണ്ടും ഈക്വൽ ആകണമെങ്കിൽ ഡെൽറ്റ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കണം? ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആയിരിക്കണം. ദാറ്റ് ഈസ് RT raised to 0 1 ആയി പോവും. അപ്പൊ കെ പി എന്തായിട്ട് മാറും? കെ സി ആയിട്ട് മാറും. അപ്പൊ ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആയാൽ കെ പിയും കെ സിയും തുല്യമാകും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? കെ പിയും കെ സിയും തുല്യമല്ലാത്തത് എവിടെ? ദാറ്റ് മീൻസ് ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 അല്ലാത്തത് എവിടെ? എന്താ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ്. അപ്പൊ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റും നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടന്റും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടിയാൽ കെ പി കെ സിക്ക് തുല്യമാണ്. 0 അല്ല എങ്കിൽ കെ പിയും കെ സിയും ഡിഫറൻ്റ് ആണ്. അപ്പൊ 0 ആവാൻ പാടില്ല. ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആകാൻ പാടില്ല. നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 2 ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ 2ഉം 1ഉം 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് 2 - 3 അല്ലേ? 2 - 3 എന്ന് പറയുന്നത് -1 അല്ലേ? അപ്പൊ ഡെൽറ്റ എന്നിന്റെ വാല്യൂ -1 ആണ്. സോ 0 അല്ല. കെ പിയുടെ വാല്യൂ കെ സിക്ക് തുല്യമല്ല. കെ പിയുടെ വാല്യൂ കെ സിക്ക് തുല്യമാവോ? ഇല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ?
ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് ഓപ്ഷൻ വരുമോ എന്ന്. ഇവിടെ N2 1, O2 1, 1 എത്രയാ 2. അപ്പൊ ഡെൽറ്റ N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് എത്രയാ 2 ആണ്. 2 മൈനസ് 2 എത്രയായി 0 ആയി. അവിടെ 0 ആണ്. Kp എന്തിന് തുല്യമാണ് Kcക്ക് തുല്യമാണ്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു SO3, ഇവിടെ ഒരു NO. നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് 2 ആണ്. ഇവിടെ ഒരു SO2, ഇവിടെ ഒരു NO2. ഗേഷ്യസ് റിയാക്ടന്റ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ Nന്റെ വാല്യൂ അവിടെ എത്ര തന്നെയാണ് 0 തന്നെയാണ്. അടുത്ത ഹൈഡ്രജൻ 1, ഇവിടെ അയഡിൻ 1, 1 2 ഉണ്ട്. ഇവിടെ പ്രോഡക്റ്റും 2. പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് 2 മൈനസ് 2, ഡെൽറ്റ Nന്റെ വാല്യൂ എന്താണ് 0 ആണ്. അപ്പൊ ഡെൽറ്റ Nന്റെ വാല്യൂ 0 അല്ലാത്ത ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്തത് 2 moles of gas A2 are mixed with 2 moles of gas B2 in a flask of volume 1 liter. If at equilibrium 0.5 moles of A2 are obtained, then find out Kp for a reaction A2 plus B2 gives 2AB. ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. A2ഉം B2ഉം തമ്മിൽ റിയാക്ട് ചെയ്ത് 2AB ആയിട്ട് മാറുകയാണ്. A2ഉം B2ഉം തമ്മിൽ റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുക 2AB ആയിട്ട് മാറുകയാണ്. ഇവിടെ 2 മോൾസ് A എടുത്തിട്ടുണ്ട്, 2 മോൾ B എടുത്തിട്ടുണ്ട്. AB ആദ്യം ഉണ്ടോ? ഇല്ല, 0 ആണ്. ഇനി അറ്റ് ഇക്വിലിബ്രിയം 0.5 മോൾസ് ഓഫ് A2 ആർ ഒബ്റ്റൈൻഡ്. ഇക്വിലിബ്രിയത്തിൽ 0.5 മോൾസ് A2 ഉണ്ട്. ഓക്കെ ആണോ? ഇവിടെ 1 മോൾ A റിയാക്ട് ചെയ്താൽ എത്ര മോൾ B ഉണ്ട്? 1 മോൾ A2 1 മോൾ B2 ആയിട്ടല്ലേ റിയാക്ട് ചെയ്യുന്നേ? അല്ലെങ്കിൽ 1 മോൾ A2ൽ നിന്ന് എത്രയെങ്കിലും പോയി ബാക്കി 0.5 ഉണ്ടെങ്കിൽ ഇവിടെ B2ന്റെ അളവ് എത്ര തന്നെ ആയിരിക്കും? 0.5 തന്നെ ആയിരിക്കത്തില്ലേ? ഇനി നോക്കിയേ, 1 മോൾ A റിയാക്ട് ചെയ്താൽ എത്ര മോൾ AB ഉണ്ടാകും? 2 മോൾ AB ഉണ്ടാകും അല്ലേ? 1 മോൾ A2 റിയാക്ട് ചെയ്താൽ എത്ര മോൾ AB ഉണ്ടാകും? 2 മോൾ AB ഉണ്ടാകും. നമ്മുടെ കയ്യിൽ എത്ര മോൾ ഉണ്ട്? 2 മോൾ ഉണ്ട്. ഇക്വിലിബ്രിയത്തിൽ എത്രയേ ഉള്ളൂ? 0.5 ഉള്ളൂ. ദാറ്റ് മീൻസ് 2ൽ നിന്നും എത്ര പോയി കാണും? 1.5 പോയി കാണും അല്ലേ? അതുകൊണ്ടല്ലേ ഇക്വിലിബ്രിയത്തിൽ അത് 0.5 ആയിട്ട് മാറിയത്. നമ്മുടെ കയ്യിൽ 2 മോൾ ഉണ്ട്. ഇക്വിലിബ്രിയത്തിൽ ദാ നോക്കിയേ, 2 മൈനസ് 2x ആണ് ഇക്വിലിബ്രിയത്തിൽ. 2 മൈനസ് 2x ആണ്. 2 ഉണ്ട്, 2 മൈനസ് 2x 2 മൈനസ് 2x അല്ല, 2 മൈനസ് x ആണ്. ഇവിടെയും 2 മോൾ ഉണ്ട്, 2 മൈനസ് x ആണ് അല്ലെ? ഇവിടെ എത്ര x ഫോം ചെയ്യണം? 2x ഫോം ചെയ്യണം. നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസ് 2 മൈനസ് x ആണ്. ഇക്വിലിബ്രിയത്തിൽ എയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് x അപ്പുറത്ത് പോട്ടെ, പ്ലസ് x ആകട്ടെ, പ്ലസ് 0.5 ഇപ്പുറത്ത് വരട്ടെ, ദാറ്റ് ഈസ് മൈനസ് 0.5 ആകട്ടെ. x ഈസ് ഈക്വൽ ടു 1.5 എന്ന് വരത്തില്ലേ? x എന്താണ്? 1.5 ആണ്. അപ്പൊ x 1.5 ആണ്. അപ്പൊ 2 മൈനസ് x 2 മൈനസ് 1.5 എയുടെ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം 0.5 എന്ന് വന്നു. 2 മൈനസ് എക്സിന്റെ വാല്യൂ എത്രയാ? 1.5 ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ബിയും എത്ര വന്നു? 0.5 തന്നെ വന്നു. എ ബിയുടെ കോൺസെൻട്രേഷൻ ഓഫ് എ ബി എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് ആണ്. എക്സ് എത്രയാ? 1.5. 1.5 ഇൻറ്റു 2 എത്രയാ? 3 ആണ്. എ ബിയുടെ കോൺസെൻട്രേഷൻ 3 ആണ്. കെ പി ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ആരാ? എ ബി അല്ലയോ? പി എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി എ ടു ഇൻറ്റു പി ബി ടു എന്നല്ലേ വരുന്നേ? പി എ ടു ഇൻറ്റു പി ബി ടു ആണ്. പി എ ബി കണ്ടുപിടിക്കണം. പി എ ബി എങ്ങനെ കണ്ടുപിടിക്കുന്നേ? പി എ ബി ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എ ബി ഇൻറ്റു ടോട്ടൽ പ്രഷർ. അതേപോലെ പി എ ടു എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ടു ഇൻറ്റു ടോട്ടൽ പ്രഷർ. പി ബി ടു ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ടു ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഇങ്ങനെയല്ലേ? ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് എ ബി എങ്ങനെ കണ്ടുപിടിക്കും? ദാ ഇക്വിലിബ്രിയത്തിൽ എ എത്രയുണ്ട്? 0.5 ഉണ്ട്. ബി എത്രയുണ്ട്? 0.5 ഉണ്ട്. എ ബി എത്രയുണ്ട്? 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എയുടെ നമ്പർ ഓഫ് മോൾസ് എ പ്ലസ് ബിയുടെ നമ്പർ ഓഫ് മോൾസ് എ പ്ലസ് എ ബിയുടെ നമ്പർ ഓഫ് മോൾസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 4 എന്ന് വരത്തില്ലേ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസും ഉണ്ട്, എയുടെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, ബിയുടെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, എ ബിയുടെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് ഗിവൺ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്.
Mole fraction of B, number of moles divided by total number of moles. Mole fraction of AB, given number of moles 3 divided by total number of moles. ഇതല്ലേ? അങ്ങനെയാണെങ്കിൽ PAB എന്ന് പറയുന്നത് mole fraction of AB എന്ന് പറയുന്നത് 3/4 into pressure എന്നല്ലേ? അടുത്ത PA എന്ന് പറയുന്നത് mole fraction of A, that is 0.5 divided by 4 into P അല്ലേ? Then mole fraction of B എന്ന് പറയുന്നത് 0.5 divided by 4 into P ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ KP is equal to, നമ്മൾ പറഞ്ഞു PAB യുടെ സ്ക്വയർ. PAB എത്രയാ? 3/4 P യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ അടുത്ത PA എന്ന് പറയുന്നത് 0.5/4 into P into 0.5/4 into P. ഇവിടെ P സ്ക്വയർ ഉണ്ട്, ഇവിടെ P സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ആയി അല്ലേ? ഇവിടെ 3യുടെ സ്ക്വയർ 9 ഡിവൈഡഡ് ബൈ 4ന്റെ സ്ക്വയർ 16 ആണ്. ഡിവൈഡഡ് ബൈ 0.5 into 0.5 0.25 divided by 4 ഗുണം 4 16. That is equal to 9 divided by 16 into 16 divided by 0.25 എന്ന് വരും. 16 cancel. As a result 9 divided by 0.25 is equal to 36 എന്ന് വരും. 36 എന്ന് വരും. ഇങ്ങനെ ചെയ്താലും മതി. 0.25നെ 25 ആക്കാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ന്യൂമറേറ്ററിൽ 900 ആവും. ഡിവൈഡഡ് ബൈ 25. 25 ഗുണം 3 75 എന്ന് വരും. 10 5 പോയ 5, പിന്നെ 8 7 പോയ 1 150. 25 ഗുണം 6 ആണ് 150. സോ നമ്മുടെ ആൻസർ എത്രയാ? 36 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്, 36 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ റിയാക്ഷൻ N2 plus O2 reversibly gives 2NO. Equilibrium constant is K1. The equilibrium constant is K2 for the reaction 2NO plus O2 gives 2NO2. What is K for the reaction NO2 reversibly gives half N2 plus O2? മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്, രണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ഈ ഇക്വേഷൻ കിട്ടുന്നു എന്ന് ആദ്യം നോക്കിയാൽ മതി. ആദ്യത്തെ ഇക്വേഷൻ നോക്കിയേ. N2 plus O2 reversibly gives 2NO. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? K1 എന്ന് വിളിച്ചു. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? NO2 reversibly gives half N2 plus O2 ആണ്. അപ്പൊ നമുക്ക് NO2 വന്നിട്ടില്ല, ഈ ഒരു ടൈമിൽ NO2 വന്നിട്ടില്ല. അടുത്ത നോക്കിയേ, പക്ഷേ N2 O2 വന്നിട്ടുണ്ട്. ഇവിടെ N2 O2 ഏത് സൈഡിലാ വന്നേക്കുന്നേ? റൈറ്റ് സൈഡിലാ. ഇവിടുത്തെ N2 O2 ഏത് സൈഡിലാ? ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യണം അല്ലെ? അടുത്ത ഇക്വേഷനും കൂടെ എഴുതിയിട്ട് നോക്കാം. 2NO plus O2 reversibly gives 2NO2. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താ? K2 ആണ്. അപ്പൊ 2NO plus O2 gives 2NO2. നമുക്ക് കിട്ടേണ്ട NO2 ഏത് സൈഡിലാണ്? ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടുത്തെ NO2 ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡിലാണ്. നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ഇക്വേഷനെ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. അങ്ങനെ ആദ്യത്തെ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ 2NO റിവേഴ്സിബിളി ഗീവ്സ് N2 plus O2 എന്ന് വരും. ഞാൻ മുമ്പേ പറഞ്ഞു ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിവേഴ്സ് ചെയ്യണം. ദാറ്റ് ഈസ് 1/K1 ആയിട്ട് മാറണം. അടുത്ത ഇവിടെ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ 2NO2 റിവേഴ്സിബിളി ഗീവ്സ് എന്തായിട്ട് മാറി? 2NO plus O2 ആയിട്ട് മാറി. രണ്ട് ഇക്വേഷൻ റിവേഴ്സ് ചെയ്തേ. ആസ് എ റിസൾട്ട് K2 എന്തായിട്ട് മാറി? 1/K2 ആയിട്ട് മാറി. ദെൻ ഈ രണ്ട് ഇക്വേഷനെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 NO ഉണ്ട്, ഇവിടെ 2 NO ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തോ വരും? 2NO2 റിവേഴ്സിബിളി ഗീവ്സ് N2 plus 2O2 എന്നല്ലേ വരുന്നേ? N2 plus 2O2. നമ്മുടെ ഇക്വേഷനിൽ എങ്ങനെയാ വന്നേക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ NO2 റിവേഴ്സിബിളി ഗീവ്സ് ഹാഫ് N2 plus O2 എന്നാ. NO2 ഉണ്ട്, N2 O2 ആണ് റൈറ്റ് സൈഡിൽ വരേണ്ടത്. നമുക്ക് അപ്പൊ ഇക്വേഷൻ റിവേഴ്സ് ചെയ്തു.
റിവേഴ്സ് ചെയ്ത് ആഡ് ചെയ്തപ്പോഴത്തേന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആസ് എ റിസൾട്ട് നമുക്ക് 1/k1 × k2 എന്നല്ലേ വരുന്നത്. രണ്ട് ഇക്വേഷനുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ, മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇവിടെ 1/k1 ആയി, ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/k2 ആയി. ആസ് എ റിസൾട്ട് 1/k1 k2 എന്ന് വരത്തില്ലേ. ഇനി നോക്കുക, 1/k1 k2 ദാറ്റ് ഈസ് ഈക്വൽ ടു, അതല്ലേ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് kc എന്ന് പറയുന്നത് 1/k1 k2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ, അതായത് ഈ ഒരു ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NO2 സ്ക്വയർ അല്ലേ. ഇതല്ലേ 1/k1 k2 എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷനിലോട്ട് വാ. N2 റിവേഴ്സിബിളി ഗീവ്സ് ഹാഫ് N2 പ്ലസ് O2. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷൻ എഴുതാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് kc is equal to concentration of N2 raised to 1/2 into concentration of O2 divided by concentration of NO2 എന്നല്ലേ. ഇതാ നോക്കിയേ മക്കളെ, നേരത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് 1/k1 k2 ന്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താ? ഇവിടുത്തെ നേരെ പകുതിയല്ലേ ഇവിടെ ഉള്ളൂ. ഇവിടെ N2 raised to 1, ഇവിടെ N2 raised to 1/2, ഇവിടെ O2 raised to 2, ഇവിടെ O2 raised to 1. 2ന്റെ പകുതി നേരെ പകുതിയാണുള്ളത് അല്ലെ, നേരെ പകുതിയാണുള്ളത്. അപ്പം ആദ്യത്തെ ഇക്വേഷന്റെ ഹാഫ് ആണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഞാൻ പറഞ്ഞു ഏത് ഇക്വേഷനെ ആയാലും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പവർ ആക്കി എഴുതുക. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതും അതിന്റെ പവർ ആക്കി എഴുതുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 1/8 എഴുതണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് kc ആണേ. ആ kc എന്ന് പറയുന്നത് 1/k1 k2 ആണേ. നമ്മുടെ ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇതിന്റെ 1/2 അല്ലേ, പകുതിയല്ലേ. ദാറ്റ് ഈസ് 1/k1 k2 raised to 1/2 എന്നല്ലേ വരുന്നേ. ആസ് എ റിസൾട്ട് kc is equal to 1/√k1 k2 എന്നല്ലേ വരുന്നേ. 1/√k1 k2, അല്ലെങ്കിൽ നമുക്ക് എഴുതാം 1/k1 k2 raised to 1/2. ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. 1/2k1 k2 ആണോ? അല്ല. 1/4k1 k2 ആണോ? അല്ല. 1/k1 k2 raised to 1/2. 1/k1 k2 raised to 1/2. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണല്ലേ. 1/k1 k2 raised to 1/2. ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കണ്ടെത്താൻ ഇത്തിരി പ്രയാസമാണ്. നമുക്ക് ഏത് ഇക്വേഷൻ ആണോ വേണ്ടത് ബാക്കിയുള്ളതിൽ നിന്ന് ആ ഫോമിലോട്ട് കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷൻ തിരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ 1/, ആക്കി എഴുതുക. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ പവർ ആക്കി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പവർ ആക്കി ആ നമ്പർ എഴുതുക. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പവർ ആക്കി 1/, ദാറ്റ് നമ്പർ എഴുതുക. ഓക്കെ ആണോ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ k raised to 1/2, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ k raised to 1/3. ഓക്കെ ആണല്ലോ. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ അതുപോലെ പവർ ആക്കി എഴുതുക. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1/, ദാറ്റ് നമ്പർ ആക്കി എഴുതുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം? താഴെ തന്നിരിക്കുന്നതിൽ ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത്? റേറ്റ് ഈസ് ഈക്വൽ ഇൻ ബോത്ത് ഡയറക്ഷൻ. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡാ. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എ റിവേഴ്സിബിളി ഗീവ്സ് ബി. എ ബി ആകുന്നതിന്റെയും ബി എ ആകുന്നതിന്റെയും സ്പീഡ് ഒരുപോലെ ആകുമ്പോഴല്ലേ അതിന് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പൊ റേറ്റ് ഈസ് ഈക്വൽ ഇൻ ബോത്ത് ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലും ഒരേ സ്പീഡിലാണ് റേറ്റ് അല്ലെങ്കിൽ സ്പീഡ്. അപ്പൊ അത് കറക്റ്റ് ആണ്. നമ്മുടെ അടുത്ത് പറയുന്നത് അല്ലാത്തത് ഏത് എന്നാണ്. അടുത്ത, മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ കോൺസ്റ്റന്റ് അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ മെഷറബിൾ പ്രോപ്പർട്ടീസ് എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, വേരി ചെയ്യത്തതേ ഇല്ല. ഇക്വിലിബ്രിയം ഒക്കേഴ്സ് ഇൻ റിവേഴ്സിബിൾ കണ്ടീഷൻ. റിവേഴ്സിബിൾ കണ്ടീഷനിൽ മാത്രമേ ഇക്വിലിബ്രിയം നടക്കത്തുള്ളൂ. ഓപ്പൺ വെസലിൽ നടക്കുവോ? ഓപ്പൺ വെസലിൽ ഇതങ്ങ് പുറത്തു പോവാണ്. അപ്പൊ റിവേഴ്സിബിൾ അല്ല. റിവേഴ്സിബിൾ കേസിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ഇക്വിലിബ്രിയം നടക്കത്തുള്ളൂ. അപ്പൊ അതും കറക്റ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? റോങ് ഏതാണെന്നാ. ഇക്വിലിബ്രിയം ഒക്കേഴ്സ് ഓൺലി ഇൻ ഓപ്പൺ വെസൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒരിക്കലും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഓപ്പൺ വെസലിൽ ഇക്വിലിബ്രിയത്തിൽ എത്തത്തില്ല. ഇവിടെ നിന്നും വെള്ളത്തെ ചൂടാക്കി നമ്മൾ ആവിയാക്കി വിട്ടാൽ ആവി എവിടെയോ പോവാ, തിരിച്ചു വന്ന് ഈ കണ്ടെയ്നറിൽ വീഴത്തില്ല. അപ്പൊ ഇക്വിലിബ്രിയത്തിൽ എത്തത്തില്ല. സോ റോങ് ആൻസർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഒക്കേഴ്സ് ഓൺലി ഇൻ ഓപ്പൺ വെസൽ അറ്റ്
കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇക്വിലിബ്രിയം എത്തുന്നത് ഓപ്പൺ വെസലിലല്ല, ഓപ്പൺ വെസലിൽ നിന്നല്ല, പിന്നെ എവിടെയാണ്? ക്ലോസ്ഡ് കണ്ടെയ്നറിൽ മാത്രമേ ഇക്വിലിബ്രിയം എത്തത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദാറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ, ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ അങ്ങ് ഇക്വേഷൻ എഴുതിക്കോണം കേട്ടോ. 2SO2 plus O2 gives 2SO3 has a value 278 particular temperature. അതായത് ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്. 2SO2 O2വുമായിട്ട് റിയാക്ട് ചെയ്ത് 2SO3 ആയിട്ട് മാറുന്നു. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ SO3 അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഓഫ് SO2 സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2. ഇത് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 278 ആണെന്നാ പറഞ്ഞേക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയുടെ വാല്യൂ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ? അതേ ടെമ്പറേച്ചറിൽ തന്നെ വേറൊരു ഇക്വേഷൻ തന്നേക്കുക, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc is equal to concentration of SO2 into concentration of O2 raised to 1/2 divided by concentration of SO3 എന്നല്ലേ? പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ SO3 മുകളിലാ, ഇവിടെ SO3 താഴെയാ. നമുക്ക് ഇതിനെ ഒന്ന് തിരിക്കാം. അതായത് ഇതെന്ന് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ ആയിട്ടൊന്ന് എടുക്കാം. ഇതിന്റെ റെസിപ്രോക്കൽ ആയിട്ട് എടുക്കുമ്പോഴേക്കും കോൺസെൻട്രേഷൻ ഓഫ് SO3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് SO2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 റേസ് ടു 1/2. അപ്പൊ നോക്കിയേ, ഇതിനെ ഞാൻ Kc ആയിട്ട് എടുത്താൽ ഇപ്പൊ ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആദ്യത്തെ റെസിപ്രോക്കലായേ, റെസിപ്രോക്കൽ മാത്രമല്ല റെസിപ്രോക്കലായി. ഇനി നോക്കുക, ഇവിടെ സ്ക്വയർ ആയിരുന്നു, ഇവിടെ 1 ആയി, പകുതിയായി. ഇവിടെ 2 ആയിരുന്നു, ഇവിടെ 1 ആയി. ഇവിടെ 1 ആയിരുന്നു, ഇത് പകുതിയായിട്ട് മാറി. ദാറ്റ് മീൻസ് ഈ സാധനത്തിന്റെ ഡിവൈഡഡ് ബൈ 2 അല്ലേ ഈ രണ്ടാമത് കിട്ടിയിരിക്കുന്നത്. ഇത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/Kc എന്നായിട്ട് മാറി. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിന്റെ നേരെ പകുതിയല്ലേ ഇത്? 1/2 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? ആ 1/2നെ അങ്ങ് മേളിൽ എഴുതിയാൽ പോരെ. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K is equal to 1/Kc. 1/Kc അല്ലെങ്കിൽ 1/Kc the whole raised to 1/2 എന്നല്ലേ വരുന്നത്? 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുക. ഇവിടുത്തെ Kcയുടെ വാല്യൂ എത്രയാ? 1/278 ആണ്. ഇവിടെ 1/Kc എന്ന് പറയുമ്പോൾ 1/278 raised to 1/2. That is equal to 1/√278 ആണ് അല്ലേ? √278 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.059 സംതിങ് വരും. ആസ് എ റിസൾട്ട് 6 × 10⁻⁻² ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 6 × 10⁻⁻² ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given the reaction between two gases represented by A2 and B2 give the compound AB. A2 plus B2 gives 2AB at equilibrium. The concentration of A2, concentration of B2 and concentration of AB തന്നിട്ടുണ്ട്. If the reaction takes place in a sealed vessel at 527 degrees Celsius, then the value of Kc will be. മക്കളെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ എടുക്കുക. A2 plus B2 reversibly gives 2AB എന്നാണ്. Then ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷൻ എഴുതുക. Kc is equal to concentration of AB യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ concentration of A2 into concentration of B2 എന്നല്ലേ? AB യുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. AB യുടെ കോൺസെൻട്രേഷൻ എത്രയാ? 2.8 into 10⁻⁻3 അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ A2ന്റെ കോൺസെൻട്രേഷൻ 3 into 10⁻⁻3. B2ന്റെ കോൺസെൻട്രേഷൻ 4.2 into 10⁻⁻3. ഓക്കെ ആണല്ലോ? അപ്പൊ 2.8ന്റെ സ്ക്വയർ, 2.8ന്റെ സ്ക്വയർ എത്ര? 28 into 28, 8 64, 6, 8 16, 6 22, 8 16, 2 2 4 1 5, 4 6 2 8, 5 2 7, 784. That is 7.84 into A raised to M the whole raised to N. A raised to Mn എന്നാണ് 10⁻⁻6 divided by
a raised to m into a raised to n, a raised to m plus n, that is 10 raised to minus 6. 4.2 into 3, 3 2 6, 4 12, 12.6, 10 raised to 6, 10 raised to 6 cancel. That is equal to 7.84 ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 784 ആവും. 12.6 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 126 into 10 എന്ന് വരും. That is equal to 784 divided by 126 ആണ്. 126 ഗുണം 3, 6 3 18, 3 2 6 1 7, 1 3 3 അല്ലേ? 126 into 5, 6 5 30, 2 10 3 13, ശിഷ്ടം 630. 126 ഗുണം 6 ആവുമ്പോ 6 6 36, 3 6 2 12, 3 15, 1 6 1 7, 756 എന്ന് വരും അല്ലേ? 6 കൊണ്ടാവുമ്പോ 756. 14 6 പോയ 8, 7 5 പോയ 2, 280 പോയിന്റ് കൊടുത്തു. 126 ഗുണം 2, 1 2 2, 252. അപ്പൊ 6.2 എന്ന് വരും. അപ്പൊ ബാക്കി എന്തോ ആയിക്കോട്ടെ, 6.2 into ഈ 10 താഴെ കിടക്കുമല്ലേ, മുകളിൽ പോകുമ്പോൾ 10 raised to minus 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.62 എന്ന് വരത്തില്ലേ? ദാറ്റ് ഈസ് 0.62. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 0.62 എന്നാണ്. ഓക്കെ ആണല്ലോ? പ്രോബ്ലം ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 0.62 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Kp/Kc for the following reaction will be. ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. CO plus half O2 reversibly gives CO2. Kp/Kcയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആദ്യം Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ എന്താ? Kp is equal to Kc into RT raised to delta n. അങ്ങനെയാണെങ്കിൽ Kp/Kc is equal to RT raised to delta n എന്നല്ലേ വരണ്ടേ? ഇവിടെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ നോക്കുക. ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ ഒരു കാർബൺ മോണോക്സൈഡും പകുതി O2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൻ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് 1 plus 1/2, ദാറ്റ് ഈസ് 3/2 എന്ന് വരും. 1 minus 3/2, ദാറ്റ് ഈസ് 2 minus 3/2. therefore minus 1/2 ആണ് ഡെൽറ്റ എന്നിന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ Kp/Kc is equal to RT raised to minus 1/2 എന്ന് വരും. ഇങ്ങനെ ഒരു ഫോമുല കിടപ്പുണ്ടോ? RT 1/RT 1/√RT RT/2. ഇങ്ങനൊരു ഫോമുലയിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം Kp/Kc is equal to 1/RT raised to 1/2 എന്ന്. അങ്ങനെ 1/2 പവറിലുണ്ടോ? ഇല്ല. ഇനി ക്വാണ്ടിറ്റി റേസ് ടു 1/2 എന്ന് പറയുന്നത് സ്ക്വയർ അല്ലേ? therefore Kp/Kc is equal to 1/√RT എന്ന് വരും. Kp/Kc എന്ന് പറയുന്നത് എന്താണ്? 1/√RT ആണ്. അപ്പൊ RT 1/RT 1/√RT. സോ നമ്മുടെ ആൻസർ എന്താണ്? 1/√RT ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അറ്റ് 60 degrees Celsius initial pressure 1 atmosphere of N2O4 is 50% dissociated into NO2 that Kp is. ഇതാ നോക്കിയേ, N2O4 ഡിസോസിയേറ്റ് ചെയ്ത് NO2 ആയിട്ട് മാറി. നമുക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്ത് എഴുതാൻ അറിയണം. N2O4 ഡിസോസിയേറ്റ് ചെയ്താൽ എത്ര N2O4 ആ കിട്ടുന്നത്? എത്ര NO2 ആ കിട്ടുന്നത്? 2 NO2 ആണ്. ഇവിടെ ഇതിന്റെ പ്രഷർ 1 atm ആണ്. ഇവിടെ NO2 ഇല്ല, 0 ആണ്. ഇനിഷ്യൽ പ്രഷർ ആണേ. 50% ഡിസോസിയേറ്റഡ് ഇൻറ്റു NO2, 50% ഡിസോസിയേറ്റ് ചെയ്തു പോയി അല്ലേ? 1 atmosphere ഉണ്ട്, അതിൽ നിന്നും 50% ഡിസോസിയേറ്റ് ചെയ്തു പോയി. ഇനിഷ്യൽ പ്രഷർ ആണ്, അതിൽ നിന്നും 50% പോയി. 1 50% പോവാന്ന് പറഞ്ഞാൽ ഇനി നോക്കണേ, ഇവിടെ 1 മോള് റിയാക്ട് ചെയ്താൽ 2 മോൾ ഉണ്ടാകും. ഇവിടെ 50% പോയി, 50% പോയി എന്ന് പറഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? 50% ഉള്ളൂ. 1 പകുതി പോയി, 1 പകുതി പോയാൽ ബാക്കി എത്രയുണ്ട്? 0.5 atm ഉണ്ട്. എത്ര ഉണ്ടാവും? ഇരട്ടി ഉണ്ടാകും. ഇരട്ടി എന്ന് പറയുമ്പോൾ 1 atm ഉണ്ടാകും അല്ലെ? 0.5 atm ആണ്. ഇവിടെ എത്ര atm ആയിട്ട് മാറി? 1 atm ആയിട്ട് മാറി. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, 1 x പോയി, 1 x പോയി. ഇവിടെ എത്ര ഉണ്ടാവണം?
2x ഉണ്ടാവണം. ഇന്ന് എക്സ് പോയാൽ എത്ര ഉണ്ടാകണം? 2x ഉണ്ടാകണം. 50% പോയത്. 50% പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 50. 1 - 50 എന്ന് പറയുന്നത് 0.5 അല്ലേ? 0.5 അല്ലേ? 1 - 50 എന്ന് പറയുന്നത് 0.5 ആണ്. ഇവിടെ 2 × 0.5 ആയിട്ട് മാറി. 2 × 0.5. അങ്ങനെയാണെങ്കിൽ 1 - 0.5 എന്ന് പറയുന്നത് 0.5 ആണ്. ഇവിടെ 2 × 0.5 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ Kp = കോൺസെൻട്രേഷൻ ഓഫ് NO2 സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2O4 എന്നല്ലേ വരുന്നത്? അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് NO2 സ്ക്വയർ, NO2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 0.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 2 സ്ക്വയർ എത്രയാ? 4 ആണ്. 4 × 0.5 സ്ക്വയർ 0.5 അല്ലേ? അപ്പൊ 2 സ്ക്വയർ 4 ആണ്. 4 × 0.5 എന്ന് വരും. 0.5 × 4 എത്രയാ? Next question. For the reversible reaction, N2 plus forward direction, equilibrium forward direction shift ചെയ്യണം. By increasing the concentration of NH3. NH3 concentration കൂട്ടിയാൽ തീർച്ചയായിട്ടും അത് ബാക്ക് സൈഡിലോട്ട് പോകും. റിവേഴ്സിബിൾ ആണ്. പ്രഷർ കുറയ്ക്കുക. പ്രഷർ കൂട്ടിയാൽ ആൾക്കാരുടെ എണ്ണം കുറവുള്ളിടത്തേക്ക് പോകും. പ്രഷർ കുറച്ചാൽ ബാക്കിലേക്ക് നടക്കൂ. അപ്പൊ ഇതുമല്ല ഇതുമല്ല. By decreasing the concentration of N2 and H. തീർച്ചയായിട്ടും NH3 അളവും കുറയും. നമുക്ക് NH3 അളവ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇതുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതായിരിക്കും? നാലാമത്തെ ആയിരിക്കും. പക്ഷെ അങ്ങനല്ല. 2 എവിടേക്ക് പോകും? റൈറ്റിലേക്ക് പോകും. ആൻഡ് ഡിക്രീസിങ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കുറയ്ക്കുക. പ്രോസസ് ചെയ്ത എക്സോതെർമിക്ക. ടെമ്പറേച്ചർ എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചാൽ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും. അപ്പൊ ലോ ടെമ്പറേച്ചറിൽ നടക്കാൻ സാധ്യത. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. constant at temperature T1 and T2. Assuming that heat of reaction is constant, log K2 by K1 എന്ന് പറയുന്നത് ഡെൽറ്റ H ഡിവൈഡഡ് ബൈ 2.3 അല്ലേ? ഇത് T2 T1 കൂടുതലായിരിക്കണം. K2 K1 കൂടുതലായിരിക്കണം. T1 ആണ് T2 കൂടുതൽ എന്ന് വിചാരിക്കുക. T1 T2 കൂടിയാൽ K'PL കൂടുതലായിരിക്കണം അല്ലേ? T1 T2 T1 കൂടുതലാണെങ്കിൽ Kp കൂടുതലാണ്. K' കൂടുതലായിരിക്കണം. അതായത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡയറക്ഷനിലല്ലേ നടക്കുന്നേ? ആണല്ലോ. എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നടക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എന്ത് ചെയ്യും? കുറയും. അതായത് ബാക്ക്വേർഡ് എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നടക്കും. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് Kcയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും അല്ലേ? സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് Kp ഗ്രേറ്റർ K'(P) ആണ്. രണ്ടാമത്തെ കേസാണ് പറയുന്നത്. Kpയുടെ വാല്യൂ K'
Kp and K dash P are the equilibrium constant at temperature, assuming that the heat of reaction is ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ അത് എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യാണ് ഡയറക്ഷനിൽ നടക്കും. ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ എമൗണ്ട് കുറയും. എന്ന് പറയുന്നത് Kp ഗ്രേറ്റർ ദാൻ K ഡാഷ് P ആണ്. അടുത്ത് നോക്കിയേ, ഫോർ എ റിയാക്ഷൻ half H2 കോൺസ്റ്റന്റ് K is K എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് HI ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 1/2 കോൺസെൻട്രേഷൻ ഓഫ് I2 എന്ന് പറയുന്നത് will be constant for. Then what will be equilibrium constant? എന്നാൽ 2HI reversibly plus 2HI ആണ്. HI റിയാക്ടന്റ് സൈഡിലാണ്. നമുക്ക് HI എവിടെ വരണം? Okay, Kc is equal to concentration of H2 into concentration of I2 divided by reverse അല്ലേ, പവർ അവിടെ നിൽക്കട്ടെ. ആദ്യത്തെ ഇക്വേഷന്റെ റിവേഴ്സ് അല്ലേ ഇത്? ദാറ്റ് ഈസ് ആദ്യത്തെ ഇക്വേഷന്റെ റിവേഴ്സ് ആണ് 1/K ആണ്. ഇനി അതായത് 1/K യുടെ സ്ക്വയർ അല്ലേ സംഭവം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/K സ്ക്വയർ അല്ലേ? ഇത് 2 അല്ല, 1/K സ്ക്വയർ എന്നാണ് ശരിക്കും വരേണ്ടത്. സോ 1/K സ്ക്വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ വാല്യൂ ഓഫ് ആൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ പർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് അതായത് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട് 1/1.6 into 10⁻12 ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒരു ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കുകയാണ്. ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഒരുപാട് കൂടുതലാണ്. ദാറ്റ് മീൻസ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പൊ എങ്ങനെയാ? മോസ്റ്റ്ലി റിയാക്ടന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടുതൽ എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് ആണോ കൂടുതലായിട്ട് നിൽക്കുന്നത്? അല്ല, കൂടുതൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറി. സോ മോസ്റ്റ്ലി പ്രോഡക്റ്റ് ആണ് ആൻസർ. കൂടുതലായിട്ട് എന്ത് നിൽക്കുക? പ്രോഡക്റ്റ് നിൽക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടിയാൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടായി എന്നാണ് മീനിങ്. അതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ N2 plus O2 gives 2NO is Kc. The equilibrium constant for half N2 plus half O2 gives 2NO. എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ? ഇതാ നോക്കി, ആദ്യത്തെ കേസിൽ കെയുടെ ഇക്വേഷൻ പറ. കോൺസെൻട്രേഷൻ ഓഫ് NOയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2. അടുത്ത ഇക്വേഷൻ നോക്കിയേ, ഹാഫ് N2 പ്ലസ് ഹാഫ് O2 റിവേഴ്സിബിളി ഗീവ്സ് NO. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇക്വേഷൻ എങ്ങനെ? Kc is equal to concentration of NO divided by concentration of N2 raised to 1/2 into concentration of O2 raised to 1/2. ഇതിന്റെ നേരെ പകുതിയല്ലേ ഇതെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഇപ്പോഴത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നേരത്തെ പകുതിയാണ്. പകുതിയാവുമ്പോൾ ഞാൻ പറഞ്ഞു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് പവർ കൊടുക്കണം. ആ പവർ 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√K ആണ്. 1/, അല്ലല്ലോ, ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പകുതി അതായത് K raised to 1/2 ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് K raised to 1/2. അടുത്ത നോക്കിയേ, ഫോർ എ റിയാക്ഷൻ A reversibly gives B if initial pressure at 300 degrees Celsius is 1 atmosphere and its Kp is 4, then calculate Pb at equilibrium state. ഇതാ നോക്കിക്കൊള്ളുക. A reversibly gives B. ഇനിഷ്യലി 1 atmosphere ഉണ്ട്, ഇവിടെ 0 ആണ്. Equilibrium pressure Kp is equal to Pb divided by Pa ആണ്. ഇക്വിലിബ്രിയത്തിൽ എത്രയോ പോയി, 1 - x പോയി. എത്ര ഉണ്ടായി? B, x ഉണ്ടായി അല്ലേ?
അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് 1 ആണ് അല്ലേ. അപ്പം നമ്പർ ഓഫ് മോൾസ് പി ബി ബൈ പി എ എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത് 4 ആണ്. സോ 4 ഈസ് ഈക്വൽ ടു പി ബി ഡിവൈഡഡ് ബൈ പി എ. ഇക്വിലിബ്രിയത്തിലുള്ള എയുടെ കോൺസെൻട്രേഷൻ എത്രയാ 1 മൈനസ് എക്സ് ആണ്. പി ബി ബിയുടെ കാൽക്കുലേറ്റ് പി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പി ബി ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് വരും. പി ബിയുടെ കോൺസെൻട്രേഷൻ എത്രയാണ് എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1 മൈനസ് എക്സ്, ദാറ്റ് ഈസ് 4 മൈനസ് 4x എന്ന് വരും. ഓക്കെ, ദെൻ മൈനസ് 4x ഇപ്പുറത്ത് വരുമ്പോഴത്തേനും പ്ലസ് 4x ആവും. 4x പ്ലസ് എക്സ് 5x ഈസ് ഈക്വൽ ടു 4 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 5/4 എന്ന് വരും. നമ്മുടെ പി ബിയുടെ കോൺസെൻട്രേഷൻ എക്സ് അല്ലേ, ആ എക്സ് കണ്ടുപിടിക്കുകയാണ്. എക്സ് കണ്ടുപിടിക്കാൻ പി ബിയുടെ കോൺസെൻട്രേഷൻ എക്സ് ആണ്. പി ബിയുടെ കോൺസെൻട്രേഷൻ നമുക്ക് അറിഞ്ഞൂടാ, പി ബി എന്ന് കൊടുത്തു അല്ലെങ്കിൽ എക്സ് എന്ന് കൊടുത്തു. എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് 4 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1 മൈനസ് എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 4x ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് 4xനെ എപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 4x ആവും. പ്ലസ് 4xും ഇവിടുത്തെ എക്സും കൂടെ ആവുമ്പോൾ 5x ആവും. 5x ഈസ് ഈക്വൽ ടു 4. എക്സ് ഈസ് ഈക്വൽ ടു 4/5. അപ്പം ബിയുടെ പ്രഷർ എത്രയാണ്, പി ബി എന്ന് പറയുന്നത് എത്രയാണ് 4/5 ആണ്. സോ നമ്മുടെ ആൻസർ 4/5 ആണ്. ഇത്രയുമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും, അതെല്ലാം ചെയ്ത് പഠിക്കുക. നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ പറ്റുന്ന നമുക്കൊരു ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചതാണ്. നിങ്ങളുടെ മെറ്റീരിയൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഏത് വർഷങ്ങളിലാണ് ചോദിച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് ആൻസർ കിട്ടും. പിന്നെ പ്രോബ്ലം ചെയ്യാനുള്ള സ്പീഡ് കൂട്ടുക. ആ സ്പീഡ് കൂട്ടണമെങ്കിൽ നിങ്ങൾ കാൽക്കുലേഷൻ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്പീഡ് കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അയോണിക് ഇക്വിലിബ്രിയം ആണ്. ആ അയോണിക് ഇക്വിലിബ്രിയവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.